ലാലേട്ടൻ തിരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ഇടവേള വാവുച്ചേട്ടനൊക്കെ ഉണ്ടായപ്പോ എന്ന് പറഞ്ഞാല് 2 റിങ് ചെയ്യുമ്പോ തന്നെ എടുക്കും. എന്താ ധർമാന്ന് ചോദിക്കും. ചിലപ്പോ ലാലേട്ടനെ വിളിക്കുമ്പോ അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റി ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. സത്യാവസ്ഥയുള്ള പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും പ്രോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം. പക്ഷെ ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അത്ര പറയാൻ പറ്റും. അമ്മ സംഘടനയുടെ പ്രതിച്ഛായനെ ബാധിച്ച പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നിങ്ങളെപ്പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു. കുറച്ച് പേര് വന്നിട്ട് അമ്മ അങ്ങനെയാണ് AMMA എന്നൊക്കെ പറയുമ്പോൾ ഭ്രാന്ത് അങ്ങനെ പ്രതികരിച്ചു പോയതാണ്. നമുക്ക് നമ്മുടെ നിലപാടുകൾ എല്ലായിടത്തും കറക്റ്റായിട്ട് പറയാറുണ്ട്. മദ്യപിച്ചിരുന്നു എന്നൊക്കെ മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മദ്യപിച്ചുകൊണ്ട് ആ പെൺകുട്ടിനോട് പറഞ്ഞൊന്നുമല്ല. ചേട്ടന് ശത്രുക്കള് കൂടുതലായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ശത്രുക്കൾ കൂടുതലാണ്. റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ശത്രുക്കൾ ഉണ്ടോന്ന് എനിക്കറിയാൻ അറിയില്ല. അമ്മ സംഘടനയിൽ ഒരു മാറ്റം വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാനൊരു നിർദ്ദേശം ഇന്നസെന്റ് ചേട്ടനുള്ള പറഞ്ഞായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ നമ്മൾ എല്ലാം നേരത്ത് ഒത്തിരി പ്രശ്നം ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് മുഖവിലക്കെടുക്കാതിരിക്കുക, നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളു. സിനിമയിൽ നിന്ന് ചേട്ടൻ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ സൗഹൃദങ്ങൾ ആത്മാർത്ഥത നിറഞ്ഞതാന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. ഷരടി അടുത്ത കാലത്ത് വന്നതാണ്. പക്ഷെ പുള്ളി നല്ലോണം കളം പിടിച്ചു. അവനറിയാം പരിപാടികളൊക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേക താല്പര്യമുണ്ട്. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. Jewelry shoppingന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ ഒരുപാട് കുടുകൂടി ചിരിപ്പിച്ചിട്ടുള്ള ധർമ്മജൻ ബോൾഗാട്ടി. ധർമ്മജൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, നല്ലൊരു ഞായറാഴ്ച ഞങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി വിളിച്ചു. എന്തൊക്കെയാണ് പൊതുവെ ഞായറാഴ്ച പരിപാടികൾ? ഞായറാഴ്ചയായിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ല. നമുക്കെല്ലാം ഞായറാഴ്ച തന്നെയാണ്. ഒന്നുമില്ല. ഞായറാഴ്ച രാവിലെ എണീറ്റ് ഇത്തിരി ഇറച്ചി മേടിക്കണ മതി ഉണ്ടായിരുന്നു. അത് ഇന്ന് വേണ്ടാന്ന് വെച്ച്. മീനാണല്ലേ കൂടുതൽ നമ്മുടെ ഇഷ്ട വിഷയം. ഷൂട്ടില്ലാത്തൊരു ദിവസം പൊതുവെ എങ്ങനെയാണ്? ഷൂട്ടിങ് ഞങ്ങളുടെ അടുത്ത തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് വലിയ പടമാണ്. അപ്പോൾ ഒരു ദിവസം വലിയ ബഡ്ജറ്റ് ആവും. നല്ല ബഡ്ജറ്റ് വന്ന പടം ആയതുകൊണ്ട് മഴ നമ്മളെ തോപ്പിച്ചാരണം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കണേ. പാലക്കാടായിരുന്നു. ഒരു 5 ദിവസം ഷൂട്ട് ചെയ്ത് പിന്നെ നിർത്തി വെച്ചു. നിവൃത്തിയില്ലാത്തോണ്ട് വെറുതെ പൈസ പോകുമല്ലോ. ഓക്കെ, 2010 ചേട്ടൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് പാപ്പിയപ്പച്ച. അപ്പം 2009 അഭിനയിച്ചു. 2010 സിനിമ റിലീസായി. ഓക്കെ, അപ്പൊ 2025 ഈ ഒരു 15 വർഷത്തെ ഈ ഒരു ജേർണിനെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്? നല്ല കുറെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. നമ്മള് കണ്ട് മോഹിച്ച് ആരാധിച്ച ആൾക്കാരോടൊപ്പം മമ്മൂക്ക, മോഹൻലാൽ, ജയറാം, ഗോപി, ദിലീപേട്ടൻ, ഒരു കുറേ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ പറ്റും. 148 പടം ഞാൻ അഭിനയിച്ചു 10 വർഷം കൊണ്ടൊക്കെ. അതൊരു വലിയ നേട്ടമാണ്. നല്ലൊരു തുടക്കം കിട്ടി 2010 പാപ്പിയപ്പച്ച എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പിന്നീട് നമ്മൾ അങ്ങനെ അധികം വേഷങ്ങൾ കണ്ടില്ല. ഒരുപാട് എന്താ പറയാ, വേഷങ്ങൾ ഇപ്പൊ കുറയുന്ന പോലെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചേട്ടൻ തന്നെ സ്വയം വിലയിരുത്തി നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വിലയിരുത്തി നോക്കിയിട്ട് കാര്യമില്ല. ഒരു ഓട്ടത്തിന്റെ ഒരു കിതപ്പുണ്ടാവും എന്ന് പറഞ്ഞ പോലെ പുതിയ ആൾക്കാർ വരുമ്പോ വേറെ ജോണറിലുള്ള സിനിമകളൊക്കെയാണ്. അപ്പൊ അവരൊരു ടീം വർക്കാണ്. അവര് ടീമായിട്ട് തന്നെയാണ് വന്നത്. അവര് പുതിയ പിള്ളേർ ഇഷ്ടം പോലെ സിനിമയിലേക്ക് വന്ന് ക്ലിക്കായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കൂടുതൽ സിനിമകൾ അങ്ങനത്തെ ജോണറിൽ ഉണ്ടാകുമ്പോൾ സിനിമകൾ കുറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പൊ 11-ാം തീയതി അടുത്ത പടം റിലീസാവുന്നു. 3-4 പടം കൂടെ ഉണ്ട്. അപൂർവ പുത്രന്മാരെന്ന് പറഞ്ഞിട്ട് ബിബിൻ, വിഷ്ണു, ലാലു, അലക്സ്, അശോചേട്ടൻ, ഞാൻ ഒക്കെയുള്ളൊരു പടം. നല്ല പടമാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ IFFK വന്നു. നമുക്ക് ക്ഷണമൊക്കെ കിട്ടി. അവിടെ നിന്നൊരു മൊമെൻ്റൊക്കെ കിട്ടി. ഭയങ്കര അങ്ങനെ 3-4 പടമുണ്ട്. പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങാനുണ്ട്. അതും വലിയ പടങ്ങളിൽ റിലീസുള്ള കാരണം തള്ളി ഇപ്പം അടുത്ത്
റിലീസാവും. 3-5 പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സിനിമയിലായാലും സ്റ്റേജിലായാലും നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ആളാണ് ചേട്ടൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈഫിൽ ചേട്ടൻ കുറച്ച് റിസർവ്ഡ് ടൈപ്പ് ആണോ? ആണ്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കുന്ന ഒരാളാന്ന് തോന്നുന്നു അല്ലേ? ലിമിറ്റിന്റെ അല്ല, സൗഹൃദങ്ങളും അതൊക്കെ അതിനൊന്നും ഒരു ലിമിറ്റില്ല. ചില ആൾക്കാർ ഒരു കോമഡി പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു കോമഡി ഒന്നും പറയാനായിട്ട് നമുക്ക് പറ്റിയൊന്നുമില്ല. അവള് വേറെ ചിന്തയും, എനിക്ക് എൻ്റെ ആയിട്ടൊരു രാഷ്ട്രീയമുണ്ട്, വായനയുണ്ട്, അങ്ങനെയൊക്കെ പോണ ആളാണ്. നമ്മൾ സ്റ്റേജിലും TV-ലൊക്കെയാണ്, സിനിമയിലൊക്കെയാണ് നമ്മൾ കൂടുതൽ കോമഡി പറയണത്. ഇപ്പൊ ഈ വേഷങ്ങൾ കുറയുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ വേഷങ്ങൾ കുറയുമ്പോ തന്നെ നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടിയ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടല്ലോ, സൗഹൃദങ്ങൾക്ക് വിങ്ങലേക്കുന്ന പോലെ തോന്നി? ഞാൻ ആരോടും ചാൻസ് ചോദിക്കാറില്ല. ആകെ ചാൻസ് ചോദിച്ചത് സത്യനന്ദിക്കാട് സാറിനോട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചാൻസ് ചോദിക്കുകയും ചെയ്ത്. ത്രൂ ഔട്ട് വേഷം തന്നു. ഏത് സിനിമയായിരുന്നു അത്? പുതിയ തീരങ്ങൾ സിനിമയിൽ നിവിൻ പോളിയും ഞാൻ സിദ്ധാർത്ഥും നമിത പ്രമോദും ഒക്കെയായിരുന്നു ഇരുപത്താറുകള്. ചാൻസ് ചോദിക്കാൻ വേണ്ടി പോയി. പിറ്റേ ദിവസം ചാൻസ് തന്നു. പിറ്റേ ദിവസം, ഒരു ദിവസം വൈകിയുള്ളു. അപ്പൊ ചേട്ടാ, സിനിമയിൽ നിന്ന് ചേട്ടൻ ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സൗഹൃദങ്ങൾ ആത്മാർത്ഥത നിറഞ്ഞതാന്ന് തോന്നിയിട്ടുണ്ടോ? ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട്. സിനിമയിൽ വലിയ സൗഹൃദങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരാളോട് ഭയങ്കര അടുപ്പം തോന്നി ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറി എന്നോർത്തിട്ട് അയാളെ തിരിച്ചിങ്ങനെ അതേപോലെ നിൽക്കണമെന്നില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മൾ ഓക്കെയാണ്. എല്ലാവരോടും സ്നേഹവും എൻ്റെ ഒരു പെരുമാറ്റം എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം ഞാൻ എങ്ങനെയാണ് പെരുമാറണമെന്ന്. അങ്ങനെ കുറേ സൗഹൃദങ്ങളുണ്ട്. സൗഹൃദങ്ങളൊന്നും നശിപ്പിച്ചിട്ടൊന്നുമില്ല, എന്നും വിളിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരൊക്കെ ഇടയ്ക്ക് വിളിക്കും. ആരെങ്കിലും ഓവർ ആയിട്ട് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തത് ഓർത്തിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ലൈഫിൽ? ഇല്ല, എന്നെ അങ്ങനെ ചെയ്ത ആൾക്കാരൊന്നുമില്ല. അങ്ങനെ നമ്മൾ നിന്ന് കൊടുക്കാറുമില്ല. ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ലല്ലോ നമ്മള്. ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സൗഹൃദങ്ങൾ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയത്. എൻ്റെ വീട്ടിലും എന്നോട് എൻ്റെ വൈഫ് വഴക്കുണ്ടാക്കണമെങ്കിലും പോലും ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വിട്ടിട്ട് പോകും. അത് അന്തിയില്ല പാതിരിയില്ല എന്ന് പറഞ്ഞ പോലെ പോകും. അതിന് ഞാൻ അളവും കോലൊന്നും നിശ്ചയിച്ചിട്ടില്ല. പേടിയിട്ട് പോകും. ആര് വിളിച്ചാലും എന്താവശ്യത്തിനും പോകും. അതില് റിഗ്രറ്റ് തോന്നാൻ കാരണം എന്താ? അതൊരു കാരണം ഉണ്ടായിട്ടല്ല, നമ്മൾ സംഭവിക്കുന്നതാണ്. അങ്ങനെ അതിന്റെ വഴിക്ക് പോയിക്കോളും. അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പം ചേട്ടനാണെങ്കിൽ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടൻ കോൺഗ്രസിലെ മെമ്പർ പോലും അല്ല എന്ന് ഒക്കെ പറഞ്ഞ ഒരു സംഭവം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കണം ഒരിക്കലും തോന്നിയിട്ടില്ല? ഒരിക്കലും അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കോൺഗ്രസിൽ കൊണ്ടുവന്ന അവരൊന്നുമല്ല. എൻ്റെ അച്ഛൻ 10-33 വർഷത്തോളം ഒരു കോൺഗ്രസിലെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. എൻ്റെ ചേട്ടൻ ജോലി കിട്ടണവരെ ആയിരുന്നു. റിട്ടയർഡ് ആയപ്പോൾ വീണ്ടും സജീവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു KSUവിൻ്റെ. കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ സേവാദള്. അത് കഴിഞ്ഞിട്ട് ഞാൻ നിയമസഭയിൽ മത്സരിച്ച്, അതും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച്. എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഞാനൊരു ചാനലിലെ നിങ്ങളെപ്പോലൊരു ആങ്കറിനോട് ഞാൻ ചൂടായിരുന്നു. അമ്മ സംഘടനയെ പറ്റി നമുക്കറിയാം, ഇതൊക്കെ നിങ്ങൾ ചോദിക്കുന്നതും വിൽക്കുന്നതും. നമ്മൾ ഈ പണിയെടുക്കാന്ന് പറയുന്ന കാലം കുറയല്ലോ. നമുക്കറിയാം നമ്മളെ എന്താ പറയണത് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചോദിക്കണേന്നൊക്കെ അറിയാം. പക്ഷെ അമ്മ സംഘടന ചെയ്ത കുറെ നല്ല കാര്യങ്ങളുണ്ട്. അത് മറന്നുകൊണ്ടാണ് അമ്മേനെ പറ്റി ആ പെൺകുട്ടി എന്നോട് ചോദിച്ചത്. എനിക്ക് സ്വാഭാവികമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ചൂടായതിനാണ് പറഞ്ഞത്. ഇവരൊക്കെ അതിനെക്കാട്ടും വലുതൊക്കെ പറയുന്നുണ്ട്.
ഉള്ള കാര്യം പറഞ്ഞോളൂ. ചീത്തയൊന്നും പറഞ്ഞൊന്നുമില്ല. ചീത്ത പറയും എന്നേ പറഞ്ഞുള്ളൂ. മദ്യപിച്ചിരുന്നു എന്നൊക്കെ ആരോപണങ്ങൾ ഒന്നുമില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. മദ്യപിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മദ്യപാനമൊക്കെ അവസാനിപ്പിച്ചതാണ്. മദ്യപിച്ചുകൊണ്ട് ആ പെൺകുട്ടിനോട് പറഞ്ഞൊന്നുമല്ല. വിളിച്ചപ്പോൾ നമുക്ക് ദേഷ്യം കയറി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നെഹ്റു തന്നെ നല്ല കാര്യം ഒരുപാട് ചെയ്തിട്ട് പഴി കേൾക്കുക എന്ന് പറയില്ലേ, അപ്പം നമുക്ക് മാനസികമായിട്ടൊരു ദേഷ്യം വരും. തീർച്ചയായും. അതുകൊണ്ടിട്ടാണ്. അത് ഇപ്പം ഞാൻ അമ്മ സംഘടനയല്ല, ഒരു മെമ്പർ മാത്രമാണ്. ഞാൻ എക്സിക്യൂട്ടീവ് പോലും അല്ല. ഈ ലാലേട്ടനും ഇന്നസെൻ്റ് ഏട്ടൻ്റെ ഇന്നസെൻ്റും മമ്മൂക്കയും ഇവരും ഗണേഷ് കുമാറും ഒരു ഒക്കെ ഇരുന്നപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അമ്മയുടെ മെമ്പർമാർക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അവരുടെ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതിന് മരുന്ന് വീട്ടിൽ കറക്റ്റായിട്ട് വരും. നമ്മൾ ചോദിക്കുക പോലും വേണ്ട. അതേപോലെ ചെയ്യുന്നൊരു സംഘടനയാണ്. അപ്പോൾ ആ സംഘടന കുറച്ച് താഴ്ത്തി കുറച്ച് പേര് വന്നിട്ട് അമ്മ അങ്ങനെയാണ് MMA എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭ്രാന്ത് കയറും. അങ്ങനെ പ്രതികരിച്ചു പോയതാണ്. നമുക്ക് നമ്മുടെ നിലപാടുകൾ ഞാൻ എല്ലായിടത്തും കറക്റ്റായിട്ട് പറയാറുണ്ട്. അത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ആ കൊച്ചിനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ അല്ലാണ്ട് അതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഈ ഒരു സംഭവം ഉണ്ടായതിന് ശേഷം അത് ചേട്ടൻ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? എന്നെ ബാധിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞപ്പോൾ വലിയ ഒരു നേതാവാണ്, എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നും ഞാൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞത് ശരി തന്നെയാണെന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക്. ഇപ്പോഴും അത് ആ പറഞ്ഞത് ഓർത്ത് ഇതില്ല? ഒന്നുമില്ല. അമ്മ സംഘടന എന്താ ചെയ്യണെന്നുള്ളത് അമ്മ സംഘടനയുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല, പുറത്തുള്ള ആൾക്കാർക്ക് അറിയാൻ പാടില്ല. അമ്മ സംഘടന ചെയ്യണത് വലിയ കാര്യം തന്നെയാണ്. അതിന് എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ചേട്ടൻ ബാലുശ്ശേരി മണ്ഡലത്തിലാണല്ലോ മത്സരിച്ചത്. അപ്പൊ ഇനി എറണാകുളം എവിടെയെങ്കിലും മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ എനിക്ക് എറണാകുളത്തൊക്കെ അവസരം കിട്ടിയതാണ്. എങ്ങനെയോ പോയി ബാലുശ്ശേരിയിൽ ആയിപ്പോയതാണ്. അത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 40-45 വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ അമ്മാനമാടുന്നൊരു മണ്ഡലമാണ്. അവിടെ ചെന്ന് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ദുഷ്കരമാണ്. ഒന്ന് വെറുതെ ഒന്ന് പേടിപ്പിച്ചിട്ട് വന്ന്, അത്രേ ഉള്ളൂ. അന്ന് പിന്നെ മൊത്തത്തിൽ തരംഗവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. UDF മൊത്തത്തിൽ അടിപ്പോയൊരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. കോൺഗ്രസിനെ പറ്റി ചേട്ടൻ ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സമയത്ത് ഗോളിയാകുക എന്ന് പറയില്ലേ, ഗോളിയാ. ആ സമയത്ത് ഗോളിയാണ്. ആ ടൈമിന് തല്ലുപിടിക്കരുത്. ആ ടൈമിന് കളിക്കാർ തമ്മിൽ തല്ലുപിടിച്ചു കഴിഞ്ഞാൽ അത് സംഘടനയെ ബാധിക്കും, ആ കൂട്ടായ്മനെ ബാധിക്കും. ആ ഒരു കാര്യത്തിൽ കോൺഗ്രസ് എപ്പോഴും പ്രശ്നമാണ്. സമയത്ത് ഒരു തല്ലുപിടുത്തം ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈഗോ വർക്കൗട്ട് ചെയ്ത് കൊണ്ടൊന്ന് അങ്ങനെ ഉണ്ടാവും. കോൺഗ്രസ്സിൽ ഇഷ്ടം പോലെ പ്രതിഭാധരായിട്ടുള്ള നേതാക്കളുടെ സംഘടനയാണ്. ആരെ വേണമെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയ ഒരു പാർട്ടിയാണ്. അത്രയും നല്ല നേതാക്കൾ ഉണ്ട്. സമയത്ത് തല്ലുപിടിക്കരുത്. നമ്മൾ ഈ വോട്ടൊക്കെ ചോദിച്ചു ചെല്ലുമ്പോഴേ നിങ്ങളിപ്പോഴും ഭയങ്കര തല്ലുപിടുത്തമുള്ളതെന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും അറിയാം. വേറെ കുഴപ്പമൊന്നും കോൺഗ്രസ്സിന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമുക്കിപ്പോൾ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് ആ ഒരു സർക്കാർ ഇപ്പം താഴത്തേക്ക് പോകുന്ന പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവ് കെ കരുണാകരനാണ്. ലീഡറാണ് എൻ്റെ ഫേവറേറ്റ് നേതാവ്. ഉമ്മൻചാണ്ടി സാറിന് ഇഷ്ടമായിട്ടല്ല, ഇഷ്ടമാണ്. എന്നെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. എന്ത് സഹായ? ഇലക്ഷനൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്തൊന്നും ഒന്നും ഉണ്ടായില്ലല്ലോ ഇലക്ഷനൊക്കെ നിൽക്കുമ്പോൾ. അപ്പോൾ ഉമ്മൻചാണ്ടി സാറൊക്കെയാണ് നമ്മളെ സഹായിച്ചതൊക്കെ ചെയ്തത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടി സാറും കെ കരുണാകരൻ ഒക്കെ ഇഷ്ടപ്പെട്ട നേതാക്കളാണ്. അവരെയൊക്കെ ആരാധനയോട് കാണുന്ന ഒരാളാണ് ഞാൻ. അവരോടൊക്കെ ഇപ്പോഴും ആരാധന ഉണ്ട്.
കെ മുരളീധരനായാലും രമേശ് ചെന്നിത്തലയായാലും ഉം, ഉം, ഇപ്പൊ യുവതലമുറയിലുള്ള ഷാഫി പറമ്പിൽ, ഹൈബീഡൻ, അൻവർ സാദത്ത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവരും ഭയങ്കര സൗഹൃദമുള്ള ആൾക്കാരാണ്. എല്ലാവരും സൗഹൃദമുള്ള ആൾക്കാരാണ്. നമ്മുടെ പാർട്ടി പരിപാടികളും ഞാൻ ഇലക്ഷൻ നിന്ന ടൈമിനാണ് പിഷാരടി ഉം, വരുന്നത്. ഞാൻ തട്ടുതട്ടായിട്ട് കോൺഗ്രസിലൊക്കെ വന്നതാണ്. സ്കൂൾ തുടങ്ങി ഉം, ഉം, പിഷാരടി അടുത്ത കാലത്ത് വന്നതാണ്. പക്ഷെ പുള്ളി നല്ലോണം കളം പിടിച്ചു. ഉം, ഉം, അവനറിയാം പരിപാടികളൊക്കെ. ഉം, ഉം. എല്ലാവർക്കും ഇഷ്ടമാണ് അതിനോട്. അതിനോട് പ്രത്യേക താല്പര്യമുണ്ട്. ആ ഒരു താല്പര്യം ചേട്ടനോട് ഇല്ലാത്ത പോലെ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? എന്നോട് താല്പര്യക്കുറവൊന്നുമില്ലായിരിക്കും. ഉം, ഞാനും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താണ് കുഴപ്പം? ഉം, മത്സരിക്കാനും പിടിക്കാനൊക്കെ ഇനിയിപ്പോൾ നിൽക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പതാക പതിപ്പിച്ചായിരുന്നു. അമ്മച്ചി മരിച്ചപ്പോഴും ഒരു കോൺഗ്രസിൻ്റെ പതാക പതിപ്പിച്ചായിരുന്നു. ഞാൻ മരിക്കുമ്പോഴും എനിക്കൊരു കോൺഗ്രസിൻ്റെ പതാക ആരെങ്കിലും കൊണ്ടുവന്നിടും. ഉം, അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. ഉം, ഉം, അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറയണ ഈ ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ നമ്മൾ എല്ലാ നേരത്ത് ഉം, ഒത്തിരി പ്രശ്നം ഉണ്ടാകാറുണ്ട്. ഉം, ഉം. അപ്പം നമ്മൾ പറയുന്നത് മുഖവിലക്കെടുക്കാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ളു. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പം രാഷ്ട്രീയ തുറന്നു പറച്ചിൽ പോലെ തന്നെ പല കാര്യങ്ങളിലും ചേട്ടൻ ഒരുപാട് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. ലൈക്ക് മുഖം നോക്കാണ്ട് തന്നെ ചേട്ടൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയണോണ്ട് തന്നെ ചേട്ടന് ശത്രുക്കൾ കൂടുതലായിരിക്കും. ഉണ്ടായിരിക്കും. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ശത്രുക്കൾ കൂടുതലാണ്. ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളൊന്നുമല്ല. അതിൽ വലിയ പോസ്റ്റ് ഇടുന്ന ആളല്ല. ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ഉടനെ തന്നെ നെഗറ്റീവ് കമന്റ്സ് വരും. അത് നമ്മൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. നമ്മളാ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ അവരൊന്നും അത് ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളങ്ങനത്തെ ആളല്ലെന്ന് മനസ്സിലാക്കണം. മനപ്പുറം ദ്രോഹിക്കല് ഉണ്ടാവും. സോഷ്യൽ മീഡിയ അല്ലാണ്ട് തന്നെ റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും ശത്രുക്കൾ? റിയൽ ലൈഫിൽ എന്നെ അറിയാവുന്ന ആൾക്കാരൊന്നും ഒരിക്കലും അങ്ങനെ ശത്രുക്കളായിട്ട് വരില്ല. സിനിമയിലോ രാഷ്ട്രീയത്തിലോ അങ്ങനെ എന്തെങ്കിലും? ഒരിക്കലുമില്ല. ഒരു സ്ഥലത്തും അങ്ങനത്തെ ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. ഒളിയമ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ശത്രുക്കളൊന്നും പരസ്യമായിട്ട് ശത്രുക്കൾ എനിക്കില്ല. സൗഹൃദങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സൗഹൃദങ്ങളുടെ പേരിൽ ഏത് പാതിരാക്കും ഇറങ്ങിപ്പോണ്ട ഒരാളാണ് ഞാൻ വീട്ടിൽ നിന്ന്. അത് ഇനിയിപ്പോൾ വൈഫ് ഇത് എവിടെ പോകണമെന്ന് ചോദിച്ചാലും ഞാൻ ഇപ്പോൾ വരാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോണ്ട ഒരാളാണ് ഞാൻ. എപ്പോൾ വരുമെന്നു എപ്പോൾ പോകുന്നു ഒന്നും പിടുത്തം കൊടുക്കാതെ ഞാൻ അതിന് വേണ്ടി ഇറങ്ങിപ്പോപ്പെടും. അതായത് ആരുടെ എന്താവശ്യത്തിന്. അപ്പം രാഷ്ട്രീയത്തിൽ ഒരു കൈ നോക്കിയ ചേട്ടൻ എന്തുകൊണ്ട് അമ്മ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവമായി നിൽക്കണില്ല? നല്ല ഉത്തരവാദിത്തമുള്ള പണിയാണ്. അമ്മയിലെ ഇപ്പോഴുള്ള ആൾക്കാർ ചെയ്യുന്ന ഭയങ്കര ഉത്തരവാദിത്തമുള്ള പരിപാടികളാണ്. ലാലേട്ടനാണെങ്കിലും ദാവരായേട്ടനാണെങ്കിലും ടിനി ടോം, സരയു, അൻസിബ തുടങ്ങിയ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് നമ്മൾ നോക്കണമല്ലോ. നമ്മൾ എന്താ പറയണത്, നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റി പിന്നെ എന്തിനാണ്? ഞാനതിൽ തിരഞ്ഞെടുപ്പിൽ നിൽക്കാനോ എന്നോട് ചോദിച്ചാണ് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ്. വേണ്ടെന്ന് വെച്ചാൽ ഇപ്പം ലാലേട്ടൻ തിരിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആര് വന്നാലും അമ്മ നന്നായിട്ട് പോയാൽ മതി, നന്നായിട്ട് കൊണ്ടുപോയാൽ മതി. അതിപ്പോൾ ലാലേട്ടനാണോന്നും വേറെ ആരെങ്കിലും ആയാലും ഒരു പ്രശ്നമില്ല. നല്ലൊരാൾ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ട് അത് മര്യാദ കൊണ്ടു നടന്നാൽ മതി. ഇപ്പം ചെയ്യണ പോലത്തെ കുറേ നല്ല കാര്യങ്ങൾ അത് മാറ്റിവെക്കെ അത് കൊണ്ടുപോയാൽ മതി. അപ്പം ഇപ്പൊ ഹേമ കമ്മിറ്റി ഒരുപാട് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അത് അമ്മ സംഘടനയുടെ പ്രതിച്ഛായനെ ബാധിച്ച പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ?
കുറച്ച് ബാധിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. സിനിമയിൽ മാത്രമൊന്നുമല്ല, എല്ലാ ഇടങ്ങളിലും ഉണ്ട്. സിനിമ ഒരു സെലിബ്രിറ്റി മേഖല ആയതിൻ്റെ പേരിൽ മാത്രമാണ് സിനിമയെ ഫോക്കസ് ചെയ്ത് അത് പിടിച്ചത്. അല്ലാണ്ട് സിനിമാക്കാർ മാത്രം തെറ്റുകാരാണെന്ന് പറഞ്ഞാൽ യാതൊരു അഭിപ്രായം എനിക്കില്ല. അല്ല, ഇപ്പം ഒരുപാട് തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ തുറന്നു പറച്ചിലുകളിലൊക്കെ എന്തെങ്കിലും സത്യാവസ്ഥയുള്ള പോലെ ചേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, അത്ര പറയാൻ പറ്റുള്ളൂ. നമുക്ക് നേരിട്ട് അനുഭവമില്ലാത്ത കാര്യമാണ്. ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരാള് അയാളത് ചെയ്തോ ചെയ്തില്ലെന്നും നമുക്കറിയില്ല. നമ്മള് നേരിട്ട് കണ്ടല്ലോ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്ത് പറയാനായിട്ട്? അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നിട്ട് അവരൊക്കെ തന്നെ മാറ്റിയും പറഞ്ഞില്ലേ. അല്ല, ഇപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ആൾക്കാര് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മാറ്റി പറയുന്നുണ്ട്. പക്ഷെ മീഡിയ കൂടുതൽ കവർ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ആവശ്യമാണല്ലോ. അതുകൊണ്ടാണ് മീഡിയക്കാരുടെ ആവശ്യമാണ് വാർത്തകൾ സൃഷ്ടിക്കുക എന്നുള്ളത്. വാർത്തകൾ പുതിയത് ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ മീഡിയക്കാരുടെ ദൗത്യം. അങ്ങനെ വന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഇപ്പം ആരോപണം ഉന്നയിച്ച ആൾക്കാർ തന്നെ പിന്നീട് മാറ്റിപ്പറയുകയും ആരോപണം ഉന്നയിക്കുന്നൊരു ഗ്യാങ് ഉണ്ടായിട്ട് അവർ തമ്മിൽ തെറ്റുകയും ഒക്കെ ചെയ്ത നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അത് ഒരു വിഷയമുള്ള കാര്യമല്ല. അത് നടക്കും, ഇനി നടക്കും. ഓക്കെ. അപ്പം അമ്മയിൽ യുവതലമുറ നേതൃത്വത്തിലേക്ക് വരാൻ ഒരുപാട് മടി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി ചേട്ടൻ്റെ ടേക്ക് എന്തായിരിക്കും? അവരും വരണം. അതായത് ചിലർ അമ്മയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറില്ല, വരാറില്ല. അവരൊക്കെ വലിയ കോടീശ്വരന്മാരായിരിക്കും. പക്ഷേ അമ്മ എന്ന് പറയുന്നത് ഒരു സംഘടന നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒത്തുപിടിച്ചാലേ പോകുള്ളൂ. നമ്മളൊക്കെ പെട്രോളും ഡീസലും ഒക്കെ അടിച്ചിട്ടാണ് ഈ മീറ്റിങ്ങിനൊക്കെ പോണത്. ഒന്നും ആഗ്രഹിച്ചിട്ടില്ല, എല്ലാവരെയും വർഷത്തിലൊരിക്കൽ ഒന്ന് കാണാം എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞങ്ങളുടെ അടുത്ത മീറ്റിംഗ് ആയിട്ടുണ്ട്, 24-ാം തീയതി ആണെന്ന് തോന്നുന്നു. നമ്മൾ വീണ്ടും ഒത്തുകൂടും. ഒരു ഒത്തുചേരലാണ് ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്. എല്ലാവരും തമ്മിലൊന്ന് കാണുക, പിടിക്കുക. എല്ലാവരും എപ്പോഴും ഒരേപോലെ സിനിമയിൽ ഒത്തൊരുമിച്ച് അഭിനയിക്കുന്നില്ല. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മളെല്ലാവരും കാണുന്നത്, സന്തോഷം പങ്കിടുന്നത്. അതാണ് അമ്മയുടെ മീറ്റിങ്ങിൻ്റെ വലിയ കണക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം കറക്റ്റാണ്. അമ്മയുടെ കണക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് വീട്ടിലെത്തും. ഇപ്പം അമ്മ സംഘടന മുന്നിൽ നിർത്തിയിട്ട് ആ ഒരു പദവി മുതലെടുക്കുന്ന അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് പോലെ തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഇടവേള വാവുച്ചേട്ടനൊക്കെ ഉണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ 2 റിങ് ചെയ്യുമ്പോൾ തന്നെ എടുക്കും. എന്താ ധർമ്മമെന്ന് ചോദിക്കും. അത്രയും കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ലാലേട്ടനെ വിളിക്കുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് കിട്ടണമെന്നില്ല. വാവുച്ചേട്ടനൊക്കെ ഉണ്ടായപ്പോൾ ഭയങ്കര ഇത്, നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും പറയാം. ഇപ്പോഴും പുള്ളി ഉണ്ട്, പുള്ളി ആ സ്ഥാനത്തുനിന്ന് അറിയുന്നല്ലാതെ ഇപ്പോഴും ആ സ്ഥാനം പുള്ളിയുടെ അടുത്തുണ്ട്. അത് പുള്ളിക്ക് ഒരു സംഘടനാ പാഠവമാണ്. അത് ചെയ്തവർക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം ബാബുചേട്ടനെ പോലുള്ള ഒരാൾക്കൊക്കെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വീടും അവരുടെ കാര്യങ്ങളും അവരുടെ പശ്ചാത്തലവും എനിക്ക് എത്ര മക്കളുണ്ടെന്നും ഒക്കെ അറിയാവുന്ന ഒരാളാണ് പുള്ളി. അത് എല്ലാവർക്കും കഴിയണമെന്നില്ല. അമ്മ സംഘടനയിൽ ഒരു മാറ്റം വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? അമ്മ സംഘടനയിൽ മാറ്റം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അമ്മ സംഘടന ഈ പറഞ്ഞ പോലെ ആര് വന്നാലും അത് അതിൻ്റെ രീതിക്ക് കൊണ്ടുപോയാൽ മതി. ഞാനൊരു നിർദ്ദേശം ഇന്നസെൻ്റ് ചേട്ടനുള്ളപ്പോൾ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു അത്? പ്രളയമൊക്കെ വന്ന ടൈമിന് നമ്മളൊരു 5 കോടി രൂപ സർക്കാരിന് കൊടുത്തായിരുന്നു. അതുകൂടാതെ പേഴ്സണലായിട്ട് ലാലേട്ടനും മമ്മൂക്കയും ഒരു കൊടുത്തിട്ടുണ്ടായി.
ഞാൻ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടായി. പിഷാരടി ഞാൻ ഉൾപ്പെടെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഈ 5 കോടി രൂപ സർക്കാരിന് കൊടുക്കണക്കാട്ടി നല്ല ചേട്ടാ നമുക്ക് ഒരു എവിടെയെങ്കിലും 2 കോടി രൂപയ്ക്ക് സ്ഥലം മേടിച്ചിട്ട് മുതലൊക്കെ കെട്ടി ഇത് വെച്ചിട്ട് 3 കോടി രൂപയ്ക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ പാടില്ലേ? 6 ലക്ഷം രൂപക്കും 7 ലക്ഷം രൂപക്കും വീട് വെച്ച് തരുന്ന ഒരുപാട് കമ്പനികൾ കേരളത്തിലുണ്ട്. അപ്പം മറ്റൊരു അമ്മ ഗ്രാമം ഉണ്ടാക്കുക, ഒരു ആർച്ചൊക്കെ വെച്ചിട്ടൊരു അമ്മ ഗ്രാമം ഉണ്ടാക്കുക. മലയാള സിനിമയിലെ ആൾക്കാർ നാളെ എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന് ചോദിച്ചാൽ കാണിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമായിട്ട് അത് മാറും. അതുപോലെ ഇത്ര ആൾക്കാർ അവിടെ താമസിക്കാൻ നേരത്ത് അവിടെ ഒന്ന് ചെറിയ ഡെവലപ്പ് ആവും. ഹോട്ടൽ വരും, ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ വരും. അങ്ങനെ ഒരു പദ്ധതി ഞാൻ ഇന്നസെൻ്റ് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെവിക്കൊണ്ടില്ല. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ രാഷ്ട്രീയം വേറെ ആയതുകൊണ്ടായിരിക്കും. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് വരെ അത് മുഖവിലക്കെടുത്തില്ല. ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണുന്ന ഒരു പോസ്റ്റാണ് പിഷാരടി ചേട്ടൻ പറഞ്ഞത്. ധർമ്മജൻ ചേട്ടൻ മദ്യപാനം നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു. ആരാണ് മദ്യപിക്കാത്ത? കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. സിനിമയിലാണെങ്കിലും ഒക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. മദ്യപാനം മദ്യപിച്ചിട്ട് ആടി വീട്ടിൽ ചെന്ന ചരിത്രമില്ല. ആരുടെയും വീട്ടിൽ ചെന്ന് ബഹളുണ്ടാക്കിയ ചരിത്രമില്ല. നമ്മുടെ ഒരു വേണ്ടാന്ന് വെച്ചതാ. പിന്നെ വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് തോന്നി. വൈഫൊക്കെ പറഞ്ഞു ഒന്ന് അവസാനിപ്പിക്കുകയും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവസാനിപ്പിച്ചതാണ്. പിഷാരടി എന്നെ പിണങ്ങുകയും ചെയ്തു. പിണങ്ങിയതും കൂടി ആയപ്പോൾ പൂർത്തിയായി. അവൻ ഇടക്കിടക്കിടക്ക് പോണു. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യത്തിനൊക്കെ അവൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മദ്യപാനി അടിച്ച് റോട്ടിൽ കിടക്കുന്ന ആളൊന്നും അല്ലല്ലോ. ചിലപ്പോൾ 2 കഴിക്കും, സോഷ്യൽ ഡ്രിങ്ക്സ് എന്നൊക്കെ രീതിയിൽ കഴിക്കും എന്നല്ലാതെ അതിപ്പോൾ എല്ലാവരും കഴിക്കും. അവൻ എന്നെ പിണങ്ങാറുണ്ട്, ഞാനത് അനുസരിച്ചു എന്നേ ഉള്ളൂ. ഇപ്പം ഈ മദ്യപാനം മുന്നേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അവസരം നഷ്ടാവുക അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒരു സിനിമയിൽ മാത്രമേ അങ്ങനെ സംഭവിച്ചുള്ളൂ. ഷാജി കൈലാസിൻ്റെ ഒരു സിനിമയാണ്. അതിൻ്റെ കൺട്രോളർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ധർമ്മജ 5-ാം തീയതി ഒരു ദിവസം ഡേറ്റ് തരുമോ? ഷാജി കൈലാസ് സാറിൻ്റെ സിനിമയാണ്, പൃഥ്വിരാജാണ് നായകൻ. അതേതായിരുന്നു സിനിമ? കടുവ. ഞാൻ പറഞ്ഞു ശരി 5-ാം തീയതി കുഴപ്പമില്ല. അപ്പം ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഫങ്ഷനിൽ ഇരിക്കുക. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കൂട്ടുകാരെ കൂടി കമ്പനി കൂടി ഇരിക്കുന്ന ടൈമാണ്. ഞാൻ പറയാം 5-ാം തീയതി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് വിളിച്ചു, ഇന്നൊന്ന് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ ഷാജി സാറിൻ്റെ സിനിമയല്ലേ, അപ്പോൾ അങ്ങനെ വന്നാൽ ശരിയാവില്ല, അത് ഭയങ്കര മോശമായി പോകും എന്ന് പറഞ്ഞിട്ട് അയാൾ നിർബന്ധിച്ച് അതൊന്നും കുഴപ്പമില്ല ബാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഞാൻ അവിടെ തിരിച്ചു പോരേണ്ടി വന്നു. ഞാൻ തന്നെ. അത് എന്തുകൊണ്ടാണ്? അല്ല എനിക്ക് തന്നെ അത് വേണ്ട എന്ന് തോന്നി. അങ്ങനെ ഭയങ്കരമായിട്ട് കുടിച്ച് ആടി നടക്കേണ്ട ഒരാളെന്നല്ലേ ഞാൻ. എനിക്ക് തന്നെ തോന്നി അത് ചെയ്യണത് ശരിയല്ല, സാറേ ഞാൻ പോവുക. ആ ഒരു അവസരം അതല്ലാതെ വേറെ ഒന്നും എനിക്ക് അങ്ങനത്തെ ഒരു തിക്താനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭാര്യനെ തന്നെ വീണ്ടും കല്യാണം കഴിച്ചത് ഭയങ്കര വലിയ വാർത്തയായിരുന്നു. അതെന്തായിരുന്നു വീണ്ടും കല്യാണം കഴിക്കാൻ? വീണ്ടും കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ രേഖ ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം കഴിച്ചു എന്നല്ലാതെ കല്യാണം കഴിച്ചതിന് രേഖ വേണ്ടേ? അപ്പൊ നാളെ ഭാവിയിൽ നമ്മുടെ പിന്നെ മക്കളാണെങ്കിലും സ്വത്തുക്കളാണെങ്കിലും ഒക്കെ അവിടെ കിടപ്പുണ്ടല്ലോ കുറച്ച്. അപ്പം അത് പിതാവിലാകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്ത പരിപാടിയാണ് 2ാമത്തെ കല്യാണം. അത് ആകെ 2 പേരെ ഒപ്പിടാൻ വിളിച്ചതാണ്.
പക്ഷെ ഭയങ്കര അത് വൈറലായി. വൈറലായി. അതെ അതെ. ഓക്കെ, അപ്പം പിഷാരടി ചേട്ടന്റെ ചിരിപുരണ്ട ജീവിതങ്ങൾ അവനെ പോലും ഞാൻ വിളിച്ചില്ല അവര്. ആണോ? ആ പുസ്തകത്തിൽ ഒരുപാട് ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിന്റെ രഹസ്യം എന്താണ്? ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛൻ കഴിഞ്ഞ ഏറ്റവും പേടി പിഷാരടി ചേട്ടനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിന്റെ ഒരു രഹസ്യം എന്താണ്? രഹസ്യമൊന്നുമില്ല. അവൻ വളരെ കറക്റ്റാണ്. അവൻ എന്നെ നിയന്ത്രിക്കണതിലൊക്കെ ഭയങ്കര ഒരാളായിരുന്നു. അവൻ്റെ ഇത് കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു 10 മണിക്ക് വരാന്ന് പറഞ്ഞാൽ 9:45 വരിക. അങ്ങനെ കുറെ നല്ല പെരുമാറ്റങ്ങളുണ്ട്. അവനും തെറ്റിപ്പോയിട്ടുണ്ട് കുറെ പ്രാവശ്യം. അത് മനുഷ്യനായ തെറ്റിപ്പോവും. പോവും തീർച്ചയായും. ഒരു ബ്ലോക്ക് വന്നാൽ മതിയല്ലോ വഴിയില്. അതെ അതെ. അപ്പൊ അങ്ങനെ എനിക്ക് അവനോട് ഭയങ്കര ഒരു ബഹുമാനവും കാര്യങ്ങളും. പിന്നെ അവൻ പറയുന്ന കാര്യങ്ങള് നല്ല കറക്റ്റ് ആയിരിക്കും, അച്ചട്ടായിരിക്കും പറയണത്. അതെ അതെ. അപ്പൊ അങ്ങനെയൊക്കെ അവനോടുള്ളൊരു സ്നേഹവും. ഇനി നിങ്ങൾ ഒരുമിച്ചൊരു സ്റ്റേജ് ഷോ ഇനി എന്നാണ്? ഇടക്കിടക്ക് ഉണ്ടാകാറുണ്ട്. ഇനി എന്നാണെന്നൊന്നുമില്ല. ഇനി അമേരിക്ക പോക്കും UK പോക്കൊക്കെ ഞാൻ നിർത്തിയത് കൊണ്ടാണ്. അവനെപ്പോഴും പോകും. ഇപ്പോഴും UK-ലാന്ന് തോന്നുന്നു. അവൻ UK-ലാന്ന് തോന്നുന്നു. ഞാൻ പോകൂല. എനിക്ക് ഹോം സിക്നസ് ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ പോയി ഇങ്ങനെ നമുക്ക് ദുബായി പോണത് എനിക്കിഷ്ടമാണ്. ദുബായിലൊക്കെ പോണ ഓക്കെയാണ്. പക്ഷേ ഈ അമേരിക്കയിലൊക്കെ പോയാൽ ഒരു പ്രോഗ്രാമിന് പോയാൽ 45 ദിവസം 48 ദിവസവും 50 ദിവസമൊക്കെ ചിലവാക്കേണ്ടി വരും. ഇപ്പം നമ്മുടെ ധർമ്മൂസ് ഫിഷ് ഹബ്ബ് വളരെ നന്നായി പോകുന്നു. അപ്പം കലാരംഗത്ത് നിന്ന് കച്ചവടത്തിലേക്ക് കാല് വെക്കാൻ തോന്നിയത് എന്തുകൊണ്ട്? ഒന്നുമല്ല, എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ 10 രൂപ കിട്ടാനായിട്ട് ഒരു വഴി ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് എന്നെ കണ്ടത്. സ്റ്റാർട്ട് ചെയ്തത്. എന്തെങ്കിലും ഒരു ബിസിനസ് കിടക്കട്ടെ, 20 രൂപ കിട്ടുമല്ലോ. ഒരുപാട് കോടികളും ലക്ഷങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജീവിച്ചു പോകാനായിട്ട്. അതെ, അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ചെയ്തതാണ്. എനിക്ക് മീൻ സ്വർണം പോലെയാണ്. ഈ കട ജ്വല്ലറി പോലെ ഇരിക്കണം. അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ്. അങ്ങനെ കേരളത്തിലെ മീൻ കടകളൊന്നും നന്നായി ഞാൻ കാരണം. അതെ അതെ. ഓക്കെ. മറ്റേത് വഴിയരിയിൽ നിന്നിട്ട് ഒരു വെള്ളത്തില് ഒക്കെ കഴുകി ഇവിടുന്ന് അവിടെ നിന്ന് മാറിയിട്ട് കടകളൊക്കെ ഒന്ന് ഡീസൻ്റായി. അതിനൊരു തുടക്കക്കാരൻ ആയി എന്നുള്ളതേ ഉള്ളൂ. വലിയ അവകാശവാദമൊന്നുമില്ല, പക്ഷെ നന്നായി. അതെ അതെ. ഓക്കെ ചേട്ടാ, അപ്പം നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗ്ഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇതാ ആരംഭിച്ചു. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler.